വഴക്കുകൾക്ക് ഒരിക്കലും പരിഹാരം തേടരുത്. വ്യത്യസ്തമായി തോന്നുന്നുണ്ടാകാം, പക്ഷെ ഓരോ ആർഗ്യുമെന്റിനും ഒരു സൊല്യൂഷൻ ഉണ്ട് എന്ന രീതിയിൽ അപ്രോച്ച് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വഴക്കുകൾ പൊതുവെ വഷളാകുകയാണ് പതിവ്. കാരണം നമ്മൾ ശരിയാണ് എന്ന തോന്നലാണ് നമ്മെ നയിക്കുന്നത്. പാർട്ട്ണർ അല്ലെങ്കിൽ നമ്മുടെ പങ്കാളി ശരിയാണ് എന്ന തോന്നലാണ് ആ പങ്കാളിയെ നയിക്കുന്നത്. അവിടെ രണ്ട് ശരികൾ ഏറ്റുമുട്ടിക്കൊണ്ട് ഒരിക്കലും പ്രോപ്പറായ ഒരു സൊല്യൂഷനിലേക്ക് എത്തുകയേയില്ല. അതുകൊണ്ട് തന്നെ വഴക്കുകൾക്ക് ഒരിക്കലും നമ്മളൊരു പരിഹാരം തേടരുത്. മാത്രമല്ല, മുൻവിധിയോടുകൂടിയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രശ്ന പരിഹാരം എന്നോണം അപ്രോച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതായത് എനിക്ക് ചില കാര്യങ്ങൾ അറിയാം, എന്റെ പാർട്ട്ണറിന് ചില കാര്യങ്ങൾ അറിയാം. ഈ കാര്യങ്ങളെല്ലാമാണ് പുറത്തേക്ക് വരുന്നതെങ്കിൽ കുഴപ്പമില്ല. അതിൽ എന്തെങ്കിലും ഒന്ന് യോജിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പലപ്പോഴും ആ പരിഹാരം തന്നെ അടുത്തൊരു ആർഗ്യുമെന്റ് എന്നുള്ള രീതിയിലേക്ക് കൺവേർട്ട് ചെയ്ത് പോകും. അതുകൊണ്ട് തന്നെ വഴക്കുകൾ നടക്കുമ്പോൾ പരിഹാരമല്ല തേടാനുള്ളത്, അതിനുള്ള പോസിബിലിറ്റീസ് ആണ്, സാധ്യതകളാണ്. അതായത് ഒന്നിലധികം സൊല്യൂഷൻസ്, ഒന്നിലധികം പോസിബിലിറ്റീസ് നമ്മൾ കണ്ടെത്താനുള്ള ബ്രെയിൻ സ്റ്റോമിംഗ് ആയിരിക്കണം വഴക്കുകളുടെ പരിഹാരം എന്നുള്ള രീതിയിലേക്ക് നിങ്ങൾ പോകുമ്പോൾ ഒരു ചർച്ചയാണ് നടക്കാനുള്ളത്. അല്ലാതെ ഒരു വഴക്കിന് ഒരു പരിഹാരമുണ്ട് എന്ന കാഴ്ചപ്പാട് നന്നല്ല. അതൊരു മുൻവിധിയാണ്. നമ്മൾ വിചാരിക്കുന്നതാണ് അതിന്റെ സൊല്യൂഷൻ എന്നുള്ള ഒരു തോന്നലാണ് നമ്മെ പരിഹാരത്തിന് വേണ്ടിയിട്ട് നയിക്കുന്നതെങ്കിൽ അങ്ങനെ പോകുന്നത് നന്നല്ല. സോ സാധ്യതകളെ തിരിച്ചറിയുക, പോസിബിലിറ്റീസ് മനസ്സിലാക്കുക.